തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, പെർസെൻറ്റേജ് കണക്കുകൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ, നഗരപ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പോളിംഗ് പെർസെൻറ്റേജ് കൂടി എന്നുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള 2 ദിവസം വലിയ കണക്കുകൂട്ടലുകളിലായിരിക്കും വിവിധ മുന്നണികളായാലും സ്ഥാനാർത്ഥികളായാലും ഒക്കെ ഉള്ളത്. മറ്റന്നാൾ പെട്ടി പൊട്ടിക്കുമ്പോൾ ആരാണ് ജയിക്കുക, ആരാണ് പൊട്ടുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് ചർച്ചയിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചർച്ചയിലില്ല. ശ്രീ റെജി ലൂക്കോസിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ ശ്രീ ശിവൻകുട്ടി സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അദ്ദേഹം എക്സിറ്റ് പോളുകളെയൊക്കെ മാറ്റി നിർത്തുന്നത്, അതിനെ കുറച്ച് കാണുന്നില്ല, പക്ഷേ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പലയിടങ്ങളിലും ഒരുപക്ഷെ നമ്മൾ കണ്ടതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ BJPക്ക് ഉണ്ടായിട്ടുള്ളൊരു നേട്ടം ആ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവിധയിടങ്ങളിലും BJP ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഭാഗത്ത് നേരത്തെ റിയാസ് അടക്കം സൂചിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ താങ്കളടക്കം സൂചിപ്പിച്ചിരുന്നു, യുവാക്കളുടെ ഒരു സപ്പോർട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു BJP ഒരു ഓപ്ഷനായി പോകുന്നുണ്ടോ ഇവിടെ ശ്രീ ശിവൻകുട്ടി അവകാശപ്പെടുന്നത് പോലെ? കാരണം സ്വാഭാവികമായി അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയൊക്കെ ഒരു മുന്നേറ്റം അത് ഉണ്ടാക്കാനാകും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും അദ്ദേഹം പുലർത്തുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ശ്രീ റജി, ഒരു ശതമാനം പോലും അവർക്ക് പ്രതീക്ഷയില്ല. കാരണം അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വോട്ട് ഷെയറിൽ നിന്നും 1% പോലും അവർ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളത് എക്സിറ്റ് പോളുകൾ തെളിയിച്ചു കഴിഞ്ഞു. അതിന് പല കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനബോധത്തെ, അവരുടെ അധ്വാനശീലത്തെ കേരളത്തിൻ്റെ മണ്ണിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപമാനിച്ചു. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യമായ സോമാലിയയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് കണ്ടത്. അത് ലോകരാഷ്ട്രങ്ങളിൽ പോലും അത് ചർച്ചയായി. BBC അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. അതിലൂടെ അദ്ദേഹം അപമാനിച്ചത് ഇന്ത്യയാണ്. ഭാരതമാത എന്ന് നാഴിക്ക് 40 വട്ടം വിളിക്കുന്ന BJPക്കാരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയാണ് അതിലൂടെ അപമാനിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഡീസലിനും പെട്രോളിനും ലോകത്തിൽ മറ്റൊരു രാജ്യത്തില്ലാത്തതിനേക്കാളും ഭീമമായ വിലവർധനയാണ് ഈ BJP സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ 32 രൂപ ഡീസലിന്, 29 രൂപയാണ് ശ്രീലങ്കയിൽ, ഇതേ 29 രൂപയാണ് പാകിസ്ഥാനിൽ. നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്ന എത്ര? ഇന്നലെ രാത്രിയിലും ഭീമമായിട്ട് ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ $142 ഉണ്ടായിരുന്നപ്പോൾ 64 രൂപയായിരുന്നു UP ഗവൺമെൻറ് കാലത്ത്. എന്നാൽ 33 രൂപയിലേക്ക് താഴ്ന്നിട്ടും നമുക്കതിൻ്റെ ഗുണം 1% പോലും കിട്ടിയില്ല. ഇതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിനെ ഓരോ ദിവസവും ഈച്ച് ആൻഡ് എവറി ഡേ എഫക്റ്റ് ചെയ്യുന്ന ഇത്തരം കൊള്ളയടികൾക്കെതിരെ BJPക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് ഇവർ BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു മുന്നേറ്റം നടത്താമെന്നുള്ള ശ്രമം അമ്പേ പരാജയപ്പെട്ടു. കേരളത്തിൻ്റെ മതേതര ഭാവം അതിനെ അനുവദിച്ചിട്ടില്ല. മൂന്നാമതൊരു മുഖ്യമായ കാരണം എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്? അവർ മതാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതെങ്ങനെ കേരളത്തിൽ വിലപ്പോകും? അതിനെ കേരളത്തിലെ ജനത അമ്പാടെ തിരസ്കരിച്ചിരിക്കുന്നു. പിന്നെ എക്സിറ്റ് പോളുകൾ പറയുന്നവർക്ക് 3 സീറ്റുകൾ ലഭിക്കുമെന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൽ മത്സരം നടന്നത് LDF UDF തമ്മിലാണ്. ഇവർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത വന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നാണ്. അദ്ദേഹം കുട്ടനാട്ടിൽ നടന്ന UDFന്റെ പ്രചരണ യോഗത്തിൽ അദ്ദേഹം അരുവിക്കരയിൽ നടത്തിയ കുതന്ത്രം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിച്ചു. അതായത് മിക്ക മണ്ഡലങ്ങളിലും UDFും BJPയും തമ്മിലാണ് മത്സരം വന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിലെ അപകടം, അദ്ദേഹത്തിന് തന്നെ പാർട്ടിയിലെ 3 സമുന്നത നേതാക്കൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. രമേശ് ചെന്നിത്തല, AK ആന്റണി, VM സുധീരൻ. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BDJS എന്ന് പറയുന്ന പുതിയതായി രൂപം കൊണ്ട ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി കൂട്ടിച്ചേർന്നതിൻ്റെ ദുരന്ത ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അനുഭവിക്കാൻ പോകുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു അവകാശവാദമുണ്ട്, റിയാസിന് മനസ്സിലാകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ BJPയാണ് മുന്നേറുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന എക്സിറ്റ് പോളിലെ മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും തെളിയിച്ചു കഴിഞ്ഞു 100 സീറ്റും അതിന് മുകളിലേക്ക് LDF പോകുന്നു. പിന്നെ എങ്ങനെയാണ് BJPയുടെ മുന്നേറ്റം നടത്തുന്നത്? അതെന്തൊരു വിചിത്ര വാദഗതിയാണ്. മലയാളികളുടെ സാമാന്യബോധത്തെ ഇവർ ചോദ്യം ചെയ്യുകയാണോ? കേരളത്തിൻ്റെ ഒരു മേഖലകളിലും നേരത്തെ സൗമ്യ ചോദിച്ച പോലെ മധ്യ തിരുവിതാംകൂറിലോ
കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിലോ തെക്കൻ തിരുവിതാംകൂറിലോ തെക്കൻ കേരളത്തിലോ BJPക്ക് കാര്യമായി മുന്നേറ്റം നടത്താൻ പറ്റത്തില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 തവണ ഈ കൊച്ചു കേരളത്തിൽ ഈ പ്രചരണത്തിനായിട്ട് വന്നു. അദ്ദേഹം പോയിരിക്കുന്ന ഒരു സ്റ്റേറ്റിലും BJP ജയിച്ചിട്ടില്ല എന്നൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഉദാഹരണം ബീഹാർ, പശ്ചിമ ബംഗാളിൽ ഇത്രയും വലിയ സ്റ്റേറ്റ് പശ്ചിമ ബംഗാളിൽ അവർക്ക് ഒരു സീറ്റ് മാത്രമാണ് സർവേയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണകക്ഷിയുടെ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ് അമിത്ഷാ, അദ്ദേഹം നിരവധി തവണ കേരളത്തിൽ വന്നു. 12ഓളം അവരുടെ മന്ത്രിമാർ കേരളത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഒരു പ്രചരണം നടത്തി. അവരുടെ ആരോഗ്യമന്ത്രി, കേരളത്തിൽ ചാർജുള്ള നഡ്ഡ 12 ദിവസത്തോടെ ക്യാമ്പ് ചെയ്തു, മോഹന വാഗ്ദാനങ്ങൾ നൽകി. അതിലുപരിയായിട്ട് കേരളത്തിലെ ഒരു കലാകാരന് അവർ MP സ്ഥാനം കൊടുത്തു. പക്ഷേ ആ കലാകാരൻ സുരേഷ് ഗോപി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കള്ള എന്ന് വിളിച്ചു. സാംസ്കാരിക കേരളത്തിന് ഞങ്ങളാരും ഇടതുപക്ഷ നിരീക്ഷകരോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ എതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കള്ള എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചില്ല. അഴിമതി വീരൻ എന്നെല്ലാം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് MP സ്ഥാനം കിട്ടിയതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിളിച്ച് കള്ളൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് നിലവാരം അതിലൂടെ തന്നെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ BJP കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ യാതൊരുവിധ പ്രത്യാശയും നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ മുമ്പിലൂടെ ചരിത്രങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് BJPക്ക് നടത്താമായിരുന്ന അല്ലെങ്കിൽ LDAക്ക് നടത്താമായിരുന്ന വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് കേന്ദ്രം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പറയുക എന്നതായിരുന്നു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എത്രത്തോളമായി ചില തർക്കങ്ങൾക്കപ്പുറത്തേക്ക് ഈ മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങൾ, സമാലിൻ പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് പോയി. BDJS-മായി ചേർന്ന് ചില സാധ്യതകൾ പരീക്ഷിക്കുക എന്നത് മാത്രമായി BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചനകൾ പൊതുവിൽ, കാരണം പലയിടത്തും BDJS അവകാശവാദം ഉന്നയിക്കുകയാണ്. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഈ കാര്യം ഞാൻ റെജി ലൂക്കോസ് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. റെജി ലൂക്കോസ് എനിക്ക് ബഹുമാനനായ റെജി ലൂക്കോസ്, നിങ്ങൾ ബഹുമാനനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ പറയരുത്. ഇതിനകത്ത് സോമാലിയ വിഷയത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി എന്താ പറഞ്ഞതെന്ന് റെജി ലൂക്കോസ് മനസ്സിലാക്കണം. റെജി ലൂക്കോസ് മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ റെജി ലൂക്കോസ് പറഞ്ഞത് 3 സീറ്റ് BJPക്ക് എക്സിറ്റ് പോൾ പറഞ്ഞപ്പോൾ ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ റെജി ലൂക്കോസ് പറഞ്ഞത് എന്താ, ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണുന്നില്ലെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ എക്സിറ്റ് ഫലങ്ങൾ അവിടെ നിൽക്കട്ടെ. റെജി ലൂക്കോസിന് അറിയാലോ, തെരഞ്ഞെടുപ്പ് ഇന്നലെ പോളിംഗ് നടക്കുന്ന വൈകുന്നേരം 6 മണി വരെയുള്ള വോട്ടിങ്സ് വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അത് 19-ാം തീയതി വരും. 19-ാം തീയതി വരുമ്പോൾ റെജി ലൂക്കോസ് മറുപടി പറയണം എന്താ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുമ്പിൽ വെച്ച മുദ്രാവാക്യം റെജി ലൂക്കോസ് കണ്ടിട്ടില്ലേ? BJP അടക്കമുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുമ്പിൽ മണ്ണ്, ജലം, പാർപ്പിടം, ഭൂമി, ഇത്തരം ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ അവിടെ ശ്രീ ശിവൻകുട്ടി, ഈ 2 വർഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി എന്ത് കേന്ദ്രം ചെയ്തു എന്നൊരു ചോദ്യം കൂടി ഉയരില്ലേ? ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിന് വേണ്ടി കേന്ദ്രം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. 34,000 കോടി രൂപയാണ് കേരളത്തിൽ റോഡ് വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത്. ഇതുവരെയുള്ള ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് വേണ്ടിയിട്ട് ഈ റോഡ് വികസനത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഞാൻ ചോദിച്ചു, വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ച് വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ശേഷം മാത്രമല്ലേ വിഴിഞ്ഞം തുറമുഖം ടെൻഡർ എടുത്തത്? ജനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഞാൻ ചോദിച്ചു, IIT എത്ര കാലം കൊണ്ട് 10 വർഷം കൊണ്ട് കേരളത്തിൽ IIT കാത്തിരിക്കുന്നില്ലേ? IIT കൊടുത്തില്ലേ ജനങ്ങൾക്ക്? 2 കൈ നീട്ടി സ്വീകരിച്ചില്ലേ? IIT പ്രവർത്തനം ആരംഭിച്ചില്ലേ? എന്താ നടക്കാത്തത്? കേരളത്തിൽ BJPയുടെ ദേശീയ ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഓരോ സ്ഥലവും പരിശോധിക്കാൻ ഞാൻ റജിയോട് പറഞ്ഞല്ലോ. ഓരോ സ്ഥലവും പരിശോധിക്കട്ടെ. ഞാൻ റിയാസിനോടും പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ വരും. എക്സിറ്റ് പോളിന്റെ ഫലം ഞാൻ തള്ളിക്കളഞ്ഞു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോൾ ഞാൻ ചോദിച്ചാൽ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എക്സിറ്റ് പോളുകൾ ഫലം പറയുമോ? നിങ്ങൾ 15 സീറ്റ് ജയിക്കാൻ പോകുന്നു, നിങ്ങൾ 20 സീറ്റ് ജയിക്കാൻ പോകുന്നു, ഒന്നും പറയില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടല്ലേ, എക്സിറ്റ് പോളുകളുടെ ഫലം അവരിപ്പോഴും പറയുന്നത് എന്താ? സംശയമാണ്. BJPക്ക് 3 കിട്ടിയേക്കാം, BJPക്ക് 4 കിട്ടിയേക്കാം. സ്വാഗതം, ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ നടക്കാൻ പോകുന്ന 19-ാം തീയതി കേരളത്തിൻ്റെ വിധിയെഴുത്ത് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ
BJPക്ക് അനുകൂലമായി പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കുന്ന വലിയ മണ്ഡലങ്ങൾ ഒരു പക്ഷേ നേമം പോലെയുള്ള മണ്ഡലങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങൾ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു എന്ന് പറയുന്നത് അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ പെർസെൻറ്റേജ് അതനുസരിച്ച് കൂടേണ്ടതായിരുന്നില്ലേ? പക്ഷെ അല്ല, പെർസെൻറ്റേജ് കൂടുന്നു പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് പൂർണ്ണമായിട്ടും കൂടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പെർസെൻറ്റേജ് കൂടണം, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, വലിയ പോളിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ LDF എന്ത് പ്രതീക്ഷ വെച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? UDF വരണ്ട, അതുകൊണ്ട് LDF വരണം, സമ്മതിച്ചു. പക്ഷേ മൂന്നാമതൊരു ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ളൊരു മുന്നണി കേരള രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രസക്തിയാണ്. ആ ദേശീയ ജനാധിപത്യ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, റജി ലൂക്കോസ് പറഞ്ഞല്ലോ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചതാരാ? പറയട്ടെ റജി ലൂക്കോസ്. CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടി എന്താ ചെയ്തത് കേരളത്തിൽ? അക്കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി SNDP അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ഇല്ലെന്ന് നിഷേധിക്കട്ടെ. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് തിരിച്ചറിയേണ്ടത് CPM തന്നെയാണ്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ CPM അത് തിരിച്ചറിയണം. ഇവിടെ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനമടക്കം BJPയോട് യോജിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ ഇന്നലെ വരെ CPMനോട് നിന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ BJPയോടൊപ്പമാണ്. അതാണ് കേരള രാഷ്ട്രീയത്തിലെ മാറ്റം. അത് റജി ലൂക്കോസ് തിരിച്ചറിയണം. എങ്ങനെ ആ മാറ്റം വന്നു? ഏത് സാഹചര്യത്തിലാണ് ആ മാറ്റം വന്നത്? രണ്ട് കൈ നീട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിക്കേണ്ട സാഹചര്യം LDF UDF ആയിരുന്നല്ലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കേരളത്തിലുണ്ടായിരുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വലിയ മുന്നേറ്റം, മൂന്നാമതൊരു മുന്നണി കേരള രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളുടെ മുന്നിൽ മത്സരം. പിന്നെ താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്. ചോദിച്ചോട്ടെ, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം അവകാശപ്പെട്ടതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഉടനീളം അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. 71+1 70+1 അത് നേടുമെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് പിന്നെ അസ്തമിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, പിന്നെ താങ്കൾ ഇവിടെ അവകാശപ്പെട്ടു ശ്രീനാരായണയുടെ മുഴുവൻ പിന്തുണ BJPക്കാണെന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ നിങ്ങൾ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നിങ്ങളുടെ സഖ്യത്തിൽ നിന്ന് പുറത്താക്കുമോ? ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അങ്ങയുടെ മറുപടി കിട്ടിയാൽ ഉപകാരമായിരുന്നു. വളരെ പെട്ടെന്ന് ശ്രീ ശിവൻകുട്ടി. റജി ലൂക്കോസ്, BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ പ്രവർത്തനം ആരംഭിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു. അത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. മുന്നണിയാണ് BDJS കേരളത്തിൽ BJPയോടൊപ്പം. അതെന്താ സംശയം? ഇനി റജി ലൂക്കോസിന് ഇനി സംശയമുണ്ടോ? റജി ലൂക്കോസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കേരളത്തിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് BJPയും ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇദ്ദേഹം അതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ചർച്ചയിലേക്ക് വളരെ തിരികെത്താം. ശ്രീ റജി, ഒപ്പം തന്നെ ശ്രീ ശിവൻകുട്ടി തുടരുക. ഏതായാലും നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് തന്നെ പോകാം. അഡ്വക്കേറ്റ് BRM ഷഫീർ നമ്മോടൊപ്പം ചേർന്നുണ്ട്. താങ്കളുടെ അഭാവത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. കനത്ത മഴയാണ്, മഴയിൽ UDF ഒലിച്ചു പോകുമെന്നൊക്കെയാണ് പറയുന്നത്. ഷഫീർ, ഇപ്പോൾ ഇന്നലെ വന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും സൗമ്യയൊക്കെ ഇങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ പറയുന്നത് പോലൊരു പരാജയം സംഭവിക്കാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾ തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ട് പറയാം കേരളത്തിലില്ല. ഒന്ന്. രണ്ട്, ഈ ചാനൽ സർവേകളിൽ ഏറ്റവും അത്ഭുതകരമായി ഞങ്ങൾക്ക് തോന്നിയത് ഞാനിപ്പോൾ അരുവിക്കരയിൽ നിന്നാണ് വരുന്നത്. അരുവിക്കരയിൽ ശബരിനാഥൻ പോലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ചാനൽ സർവേ പറയുക. ഞാൻ അവിടുത്തെ ഇന്നലെ രാത്രി കണക്കൂട്ടുമ്പോൾ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ശബരി ജയിക്കണം. എറണാകുളം ജില്ലയിൽ ഞാനൊരു ഉദാഹരണം പറയാം, 3 സീറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവർ പ്രവചിച്ചിരിക്കുന്നത്. അവിടെ ഞങ്ങൾ 13 പരം സീറ്റുകളിൽ വൻപിച്ച വിജയസാധ്യത കാണുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജനതാദൾ യുണൈറ്റഡുമായിട്ട് വരുന്ന മതേതര സഖ്യം വരികയില്ല, അവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം തന്നെ കടന്നു വരുമെന്ന് പ്രവചിച്ച ആളുകളുടെ സർവേ റിപ്പോർട്ടുകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തരേന്ത്യൻ ചാനലുകളാണ്. എന്നാൽ ചില ചാനലുകളിൽ വന്നിരിക്കുന്നത് കടുത്ത എക്സാജറേഷൻ അല്ലേ? ഇത്രയും ഒരു പരാജയം ഞങ്ങൾക്കുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അവസാനത്തെ വിലയിരുത്തൽ പ്രകാരം 76ഓളം സീറ്റുകളുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ ഓരോ ഇവിടെ ചില സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പൊതുവിൽ
ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റവും വലിയ വിഷയമാക്കിയതായാലും ഒരുപക്ഷെ ഭരണപക്ഷം ഏറ്റവും കൂടുതൽ പഴി കേട്ട വിഷയമായാലും അഴിമതി തന്നെയായിരുന്നു. ഇവിടെ നൽകുന്ന സൂചനകൾ UDFിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ലീഗ് മാറും. സ്വാഭാവികമായും ഈ വലിയ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്ന ലീഗാണ്. വലിയ വിഷയങ്ങൾ ഒരുപക്ഷെ വലിയ ആഘാതം ഏൽപ്പിക്കാൻ സാധ്യതയില്ലാത്തത്. അതുകൊണ്ട് ലീഗ് ആ വിധത്തിൽ നേട്ടം ഉണ്ടാക്കും. ഒപ്പം തന്നെ അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാരെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും കടപഴകും. മാണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കൂടിയാണ് ഇതിൽ കഴമ്പുണ്ടാകും എന്നൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരിക. അല്ല, ഈ അഴിമതിയെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, അതിന്റെ വിജയമാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു അഴിമതിയെ സംബന്ധിച്ച് ഒരു വലിയ ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സത്യസന്ധമായി പറയട്ടെ, കുറേ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പോലും പലതരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഒരു പീസ് ഓഫ് എവിഡൻസ് ഏതെങ്കിലും ഒരു ഫോറത്തിന്റെ മുമ്പിൽ ഒരു തെളിവല്ല. നമ്മളിപ്പോൾ ഒരു ആരോപണം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മകനെതിരെ 5 അലിഗേഷൻ വന്നു. നിയമസഭാ സബ് കമ്മിറ്റി ഉൾപ്പെടെ അലിഗേഷൻസ് അത് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാം, ആരോപണം ഉന്നയിക്കാൻ ആർക്കും കഴിയും. അത് VSന്റെ മകനെതിരെ ഉന്നയിക്കാം, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കാം, അത് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞത് അഴിമതിക്കെതിരായി സുതാര്യമായ തരത്തിൽ ഒരു പീസ് ഓഫ് എവിഡൻസ് പോലും ഹാജരാക്കാൻ കഴിയാതെ എങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ടോ ഞങ്ങളത് പരിശോധിക്കുക. ഞങ്ങൾ കൂലങ്കശമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അഴിമതി കേരളത്തിൽ ഒരു ചർച്ചയായിട്ടുണ്ടോ ഞങ്ങളത് പരിശോധിക്കും. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും പറയാം, ഈ ഗവൺമെന്റ് ചെയ്ത വികസനത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് പരിശോധിക്കണമല്ലോ. അതാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ. ഞങ്ങൾ ഇപ്പോഴും പറയാം സൗമ്യ, നാളെ 2 ദിവസം 19-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇതൊക്കെ വെറുതെ ആയി പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്. ഞങ്ങൾ പറയാം, തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും അധികം കിട്ടാതിരിക്കില്ല എന്ന് ഞങ്ങളുടെ ലാസ്റ്റ് വിലയിരുത്തലാണ്. ഇത് വെറുതെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്തെങ്കിലും തള്ളിയിട്ട് പോകുന്നതല്ല. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഞങ്ങൾക്ക് 15ഓളം സീറ്റുകൾ അധികമായി ഇങ്ങോട്ട് വരും. 1-2 സീറ്റുകൾ നഷ്ടപ്പെട്ടാലും കുറേയേറെ സീറ്റുകൾ യുവാക്കൾ പിടിച്ചെടുത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇത് 40-ൽ താഴെ, അതിൽ ശബരി തോൽക്കുന്നു, ഹൈബി തോക്കുന്നു, പിന്നെ എറണാകുളത്ത് ഒലിച്ചു പോകുന്നു, പിന്നെ മന്ത്രിമാർ കൂട്ടത്തോടെ തോക്കുന്നു. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. ഉറപ്പായി സൗമ്യ വിചാരിച്ചോ, ഞാൻ നാളെയും ചർച്ചയ്ക്കുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ല. അങ്ങനെ ഒരു പരാജയം ഉണ്ടാവുകയില്ല. ഇത് ഞാൻ പറയുന്നത് ഈ സർവേ റിപ്പോർട്ടുകൾ എന്ന് വിശ്വാസത്തിലെടുക്കേണ്ട. ഈ സർവേ റിപ്പോർട്ടുകൾ ഇത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ശിവൻകുട്ടിയുടെ പാർട്ടി BJP ബീഹാറിൽ വരുമെന്ന് പറഞ്ഞ സർവേകളാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും പറയുന്നു, ഒരു മണ്ഡലത്തിൽ 2 സ്ഥലത്തെങ്കിലും നേരിട്ട് ജനങ്ങളുമായിട്ട് പോയി സംവദിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു 76-ൽ കൂടുതൽ സീറ്റുകൾ UDFന് കിട്ടുമെന്ന്. ഞങ്ങൾ ആ വിശ്വാസത്തിലാണ്. കേരളത്തിലെ UDF പ്രവർത്തകർ മൊത്തം ആ വിശ്വാസത്തിലാണ്. പിന്നെ ഈ ചാനൽ സർവേകളും എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വസനീയമെന്നേ യുവാക്കൾ കൊണ്ട് മാത്രമേ അതിനകത്ത് പറയാൻ പറ്റൂ. ശരി, റജി ലൂക്കോസ്, ഇവിടെ ഇപ്പോഴും എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കണ്ട എന്ന ചില സാഹചര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ ഷഫീർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് വലിയ തിരിച്ചടി മന്ത്രിമാർക്ക് അടക്കമുണ്ടാകുമെന്നുള്ള കാര്യങ്ങളെയൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നത്. ശ്രീ റജി. അല്ല, ഭീമമായ പരാജയം മുന്നിൽ കാണുന്ന ഒരു കോൺഗ്രസിൻ്റെ വക്താവിനോട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തന്നെയുമല്ല, ഷഫീർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു വക്താവാണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വക്താവ് തന്നെയാണ് ഷഫീർ പറഞ്ഞ ശബരിനാഥിൻ്റെ വിജയത്തെക്കുറിച്ച്, പിന്നെ അദ്ദേഹത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വിചിത്രമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചു. പരാജയപ്പെടുമെന്നുള്ള വാർത്തയെക്കുറിച്ച്. ശബരിനാഥ് അവിടെ ജയിക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൽ അപകടകരമായ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ് അവിടെ ജയിച്ചത്. അവിടെ LDFനോ അല്ലെ ഇടതുപക്ഷത്തിനോ അവിടെ വോട്ട് ബാങ്ക് അല്ലെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റ് സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും 2 പ്രാവശ്യം വീതം കേരളത്തിലെ മുഖ്യമന്ത്രി പോയത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ, അദ്ദേഹം കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ മന്ത്രിസഭയുടെ തലവനായിക്കൊണ്ട് കാട്ടിക്കൂട്ടിയിരിക്കുന്ന കൊള്ളയും പിന്നെ അഴിമതികളും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പോലും കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വോട്ടിലേക്ക് മാറുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവർ പരിവർത്തനം ചെയ്തു എന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ തെളിയിക്കുന്നത്. അത് ഷഫീർ തിരിച്ചറിയണം. പിന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസിന് ഇതുപോലെയുള്ള വാദഗതികൾ നിരാശയുടെ പടുകൂടിയിൽ നിന്നും ഇത്തരം ബഹിർസ്ഫുരണങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ഞങ്ങൾക്ക് പരാതി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഷഫീർ മനസ്സിലാക്കണം, കേന്ദ്രത്തിൽ നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം പോലുമില്ല. കേരളത്തിൽ അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ സാധ്യത കൂടുതലുള്ള PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. കോൺഗ്രസ് കേരളത്തിന്റെ നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും ഇല്ലാത്തൊരു ഗതികേടിലേക്ക് മാറുന്നു. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ അത് പരിശോധിക്കണം.
കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിൽ മുഖ്യ പങ്ക് വച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. കേരളത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കും എന്തു സംഭവിച്ചു അല്ല എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായ ഒരു വിശകലനം നിങ്ങൾ നടത്തിയേ തീരൂ. കാരണം ജനാധിപത്യത്തിൽ അത് അടിയന്തരമാണ്. അല്ലാണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷകളും സംസാരങ്ങളും ന്യായങ്ങൾ നിർത്തുന്നത് വീണ്ടും നിങ്ങളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞ അഴിമതികളുടെ ചർച്ചാ വിഷയമായിട്ടില്ല എന്നാണ് പറയുന്നത്. അഴിമതികൾ എത്രയുണ്ട് നമുക്കറിയാം. കടകംപള്ളി എടുക്കൂ, സരിതാ വിഷയം എടുക്കൂ, മെത്രാങ്കായൽ എന്ന് പറയുന്ന കണ്ണായ സ്ഥലം, കുമരകത്തിന്റെ കണ്ണായ സ്ഥലം 500ഓളം ഏക്കറുകൾ ഒരു ഉഡായിപ്പ് കമ്പനിക്ക് നിങ്ങൾ തീരെഴുതി കൊടുത്തില്ലേ? രണ്ടാമത് നിങ്ങൾ ഇവിടെ നമ്മുടെ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് സ്വാമിക്ക്, ഒരു തട്ടിപ്പ് സ്വാമിക്ക് നിങ്ങൾ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൻ്റെ പറവൂർ നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ, അതായത് തൃശ്ശൂരിനും എറണാകുളം ജില്ലയുടെയും അതിർത്തികൾ 128 ഏക്കർ നിങ്ങൾ എഴുതി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ഇതെല്ലാം കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നിതാന്ത ജാഗ്രതയോടെയുള്ള, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെ തുറന്ന കണ്ണുകളല്ലേ ഇതിനെല്ലാം പുറത്തു കൊണ്ടുവന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അങ്ങനെ എത്രയുള്ള അഴിമതികൾ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ നേരിടുന്നതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറയൂ, നിങ്ങൾ ചെയ്ത തെറ്റുകൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും സാമാന്യബുദ്ധിയുള്ള മലയാളികളുടെ അവൻ്റെ ചിന്താഗതികളെ പോലും നിങ്ങൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അപമാനിക്കുകയല്ലേ ചെയ്തത്? 5 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചില്ലേ? 40,000 കോടി മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ പൊതുവിടം 1,40,000 കോടിയായി 5 വർഷം കൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ? കേരളത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും ലക്ഷക്കണക്കിന് കടബാധിതരല്ലേ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ കേരളത്തിലെ BJP-യോട് പ്രീണനം നടത്തി കേരളത്തിൽ എവിടെയെങ്കിലും 3-4 സീറ്റ് BJP-ക്ക് ദാനം കൊടുത്തുകൊണ്ട് ഭരണ തുടർച്ച നടത്താനുള്ള ഒരു അവിഹിതമായിട്ടുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിന് നിങ്ങൾ ശ്രമിച്ചില്ലേ? നിങ്ങൾ തൃപ്പൂണിത്തുറ, നിങ്ങൾ കോന്നി പോലുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ രഹസ്യമായിട്ട് BDJS-ഉം BJP പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങൾ രഹസ്യ ബാന്ധവം ഏർപ്പെടുത്തില്ലേ? പക്ഷേ അതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇതിനെല്ലാം ശക്തമായ തിരിച്ചടിയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസിനെ ഒരു അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. റജി ഇപ്പോൾ സഖാവ് പിണറായി വിജയന് വേണ്ടിയിട്ട് നേരിട്ട് രാഷ്ട്രീയ യോഗങ്ങളിൽ പ്രസംഗിച്ച ആളാണ്. അതേ ശൈലിയിലാണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത്. സഖാവ് പിണറായി വിജയന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയി രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിച്ച അതേ ശൈലിയിലാണ് എനിക്കെതിരെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി റജി, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ സഖാവ് VS ഉൾപ്പെടെ, സഖാവ് പിണറായി ഉൾപ്പെടെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്കെതിരായി 31 കേസുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊരു പരാതിയുടെ പേപ്പർ നിങ്ങൾ ഹാജരാക്കിയോ? നിങ്ങൾ വെറുതെ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ഹാജരാക്കി? ഏറ്റവും അവസാനം VS-ന്റെ വക്കീൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അതില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഏതെങ്കിലും മന്ത്രിക്കെതിരായിട്ട് ഒരു FIR ഉണ്ടോ? എവിടെ? ഏത് നമ്പർ? കുറെ നിങ്ങൾക്ക് റജിയെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വല്ലാതെ ഇരുന്നങ്ങ് പറയുമ്പോൾ ഇതൊക്കെ അഴിമതിയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണോ? അതൊന്നും നടക്കില്ല റജി. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ സഖാവ് VS നിങ്ങൾ പറഞ്ഞല്ലോ, മെത്രാങ്കായലിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, റജി കോട്ടയംകാരനാണല്ലോ, മെത്രാങ്കായൽ കുമരകത്താണല്ലോ. കോട്ടയത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് 10 കിലോമീറ്റർ അല്ലേ ഉള്ളൂ മെത്രാങ്കായൽ. ആരാ ആദ്യമായിട്ട് പതിച്ചു കൊടുത്തത്? ഇളമര കരീമല്ലേ? നിങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്ട് പറയട്ടെ. 248/2000 ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി. ആർക്ക് വേണ്ടിയാ? മെത്രാങ്കായലിൽ. റജി അങ്ങനെ അതുകൂടെ പറയട്ടെ, ഇത് മെത്രാങ്കായലിനെ കുറിച്ച് കൂടെ പറയട്ടെ. മെത്രാങ്കായൽ ഉൾപ്പെടുന്ന പ്രദേശം മുഴുവൻ അവിടുത്തെ കർഷകരെ അവിടെ നിന്ന് മാറ്റി ആദ്യമായിട്ട് കൃഷി ഇറക്കാതായത്, കൃഷിക്കാരെ ഓടിച്ച് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർ വന്ന് വാങ്ങിയത് ഇടതുപക്ഷത്തിന്റെ കാലത്താ. എളമരം കരീമിന്റെ സ്വപ്ന പ്രൊജക്ട് ആയിരുന്നു അവിടെ കൊണ്ടുവന്നപ്പോ റക്കിൻഡ കമ്പനിയെ കൊണ്ടുവന്നിരുത്തിയത് അവരാ. 248/2010 കായൽ നിവർത്തിയിട്ട് അവിടുത്തെ ഫാദർ ജോണിനെ പോലുള്ള ആളുകൾ അവിടെ ശക്തമായിട്ട് പ്രതിരോധം തീർത്തു. UDF-കാരും അവിടെ പ്രതിരോധം തീർത്തു. ഏറ്റവും അവസാനം 20 ഏക്കർ ഒഴികെ 5000 ഏക്കറിൽ സൗമ്യ മനസ്സിലാക്കാൻ വേണ്ടി പറയാ, 20 ഏക്കർ ഒഴികെ ബാക്കി 4880 ഏക്കർ സ്ഥലവും അവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാർ കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഇവിടെ കൃഷിയില്ല. ആ സ്ഥലത്ത് ആദ്യമായിട്ട് മെത്രാങ്കായൽ വിൽക്കാൻ പോയ റജിയുടെ പാർട്ടി എന്ത് യുക്തിരാഹിത്യ? 248/2010 ഉത്തരവ് റജി കണ്ടിട്ടുണ്ടോ? എളമരം കരീം പറഞ്ഞ എന്താ? തെങ്ങിന്റെ മണ്ടയിൽ വികസനം കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ നിലത്തിലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ നേതാവ് പറഞ്ഞതാ. ആ എളമരം കരീമിന്റെ പാർട്ടിയിലെ ആളുകളാ പറയുന്നത് മെത്രാങ്കായൽ ഞങ്ങൾ ഒരു FIR അത് ഏത് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഏത് കോടതി ഇന്ന വകുപ്പിൽ
ഇന്ന സ്ഥലത്ത് ഇന്ന മന്ത്രിക്കെതിരെ പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും പറയാം, ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഷഫീർ, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങനെ എഫ്ഐആർ ഇടാൻ പറ്റും? കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിന് മറുപടി പറയൂ. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 110ഓളം സീറ്റുകളിൽ കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള മറുപടി പറഞ്ഞു. ഇനി നിങ്ങളത് വാദിക്കുന്നത് വീണ്ടും നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ശ്രമം ആരംഭിച്ചു. നിങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ കൊള്ള എന്താണെന്നും അഴിമതി എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയ നേതാവിന്റെ അദ്ദേഹത്തിന്റെ ഒരു വളരെ വേഗം തിരികെ എത്താം. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ശ്രീ എ സജീവൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. യെസ്, നമുക്കൊരു ഇടവേളയിലേക്ക് പോയ ശേഷം അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ എ സജീവനിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ശ്രീ എ സജീവൻ, ഇവിടെ ശ്രീ ഷഫീർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ അഴിമതിയായിരുന്നു പ്രധാന വിഷയമായി തന്നെ ഒരു ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. അത്തരം വിഷയങ്ങളൊക്കെ പ്രതിഫലിക്കും എന്ന കൃത്യമായ സൂചനകൾ എക്സിറ്റ് പോളുകൾ നൽകുമ്പോൾ അതിലെ എക്സാജറേറ്റഡ് കണക്കുകളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ ഷഫീർ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുവായ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്നെത്തിയോ? വോട്ടിംഗ് പെർസെൻറ്റേജ് ഒപ്പം തന്നെ ഈ എക്സിറ്റ് പോളുകളിലൊക്കെ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ശ്രീ സജീവൻ? ഞാൻ ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുന്നു. അത് വേറെ രീതിയിൽ ഏജൻസികൾ നടത്തുന്നതാണല്ലോ. നമുക്കല്ലാതെ തന്നെ സൂക്ഷ്മമായിട്ട് ഈ ഇലക്ഷൻ പ്രവർത്തനങ്ങളും പരിപാടികളും നിരീക്ഷിച്ചാൽ, ആളുകളായിട്ട് സംസാരിച്ചാൽ കിട്ടുന്ന ഒരു കൃത്യം കണക്കുണ്ട്. അത് ഏതാണ്ട് വല്ലാതെ തെറ്റാറില്ല. ഞാൻ ഇന്നലെയൊക്കെ ചർച്ചകൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നത്. ഒന്ന്, ഞാൻ ഇപ്പം ഇന്ന് ഉണ്ടായൊരു അനുഭവം പറയാം. ഞാൻ കൈരളിയുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന അതുവരെ, ഈ ഡോർ തുറന്ന് കയറുന്നവരെ സംസാരിച്ചിരുന്നത് നല്ല കോൺഗ്രസ്സുകാരനായിട്ടുള്ള, നല്ല UDF വോട്ട് ചെയ്യുന്ന ആളായിട്ടുള്ള ഒരാളാണ്. ഞാൻ വേണമെങ്കിൽ പേര് പോലും പറയാം. മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്ന P. മുസ്തഫ. അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള ഇത്തവണ MK മുനീറിനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സുകാർ വെറുതെ ഫോട്ടോയ്ക്ക് മുമ്പിലും ക്യാമറയ്ക്ക് മുമ്പിലും മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു. ലീഗുകാരാണ് UDFന് വേണ്ടി പണിയെടുത്ത്. അതുകൊണ്ട് തന്നെ വലിയ ദയനീയമായിട്ടുള്ള തോൽവിയായിരിക്കും പല സ്ഥലങ്ങളും ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഈ UDF മനോഭാവമുള്ള ആളുകൾക്ക് പോലും ഉള്ളൊരു തോന്നലതാണ്. മറ്റൊന്നുള്ളത്, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങൾ നോക്കിയാൽ മതി. ഇന്നലെ ഞാൻ പലവണ പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ പലപ്പോഴും UDFന് അനുകൂലമായിട്ടാണ് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വരാറുള്ളത്. പക്ഷേ ഇന്നലെ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയുടെ ഒരു പ്രസ്താവനയുണ്ട്, കൗതുകമാണത്. അദ്ദേഹം പറഞ്ഞ പുതിയ സംഭവ വികാസങ്ങൾ, അത് വിലയിരുത്തുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പായിരിക്കും. പുതിയ ചില ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് BJPയുടെയും മറ്റും ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പേര് അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ ഒരു ആ പുതിയ സംഭവ വികാസങ്ങളോടുള്ള പ്രതികരണമായിരിക്കും എന്ന് പറഞ്ഞു. KCBC നേരത്തെ നമുക്കറിയാവുന്നതാണ്, പരസ്യമായിട്ട് ഞങ്ങൾ UDFന് അനുകൂലമായി നിൽക്കുന്ന രീതിയിലൊരു സൂചന നൽകുന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ KCBCയുടെ വക്താക്കൾ തന്നെ പിന്നീട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോൾ പൗവത്തിനെ പോലെ പേര് ഓർക്കുന്നില്ല, ഒരു ബിഷപ്പിൻ്റെ പ്രസ്താവന ഇന്നലെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു നിലപാടെടുക്കുന്നത്. അതേപോലെ ഓരോ ആളുകളും ഈ വ്യക്തമായ രൂപത്തിൽ അവരുടെ നിലപാട്, അവർ BJP വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകണം, അങ്ങനെ ഇവിടെ ഒരു അസഹിഷ്ണുത ഉണ്ടാവാതിരിക്കാനുള്ള നിലപാടിലേക്ക് പോകണമെന്നുള്ളൊരു ഒരു ഇതെടുത്തു. അതിന് കാരണം പോലും അത് LDFന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആദ്യം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പോരാട്ടം BJPയും UDFും തമ്മിലാണെന്ന് അദ്ദേഹം പറഞ്ഞതോട് കൂടിയിട്ട് LDF അത് വളരെ ശക്തമായിട്ടുള്ള ആയുധമായിട്ട് ഏറ്റെടുത്തു. UDFിൽ തന്നെ AK ആന്റണിയും അതേപോലെ VM സുധീരനും പോലെ ആളുകൾ അതിന് അതേ സമയത്ത് ഈ പ്രസ്താവന വന്ന ഉടൻ തന്നെ പ്രതികരിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് നടക്കാതെ LDFന് കയ്യിൽ വലിയ ആയുധമായിട്ട് കിട്ടി. ആളുകൾക്ക് തോന്നി ഇവിടെ BJP ഒരു വലിയ ഭീഷണിയാണെന്ന്. അതുകൊണ്ടാണ് ഈ LDF അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നാൽ ഒരു വലിയ സ്വീപ്പായിട്ട് മാറാൻ സാധ്യത. എത്രമാത്രം പോകുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ പറയുന്ന ക്രിസ്ത്യൻ പാതിരിമാരും മറ്റും പറയുന്നത് പൂർണ്ണമായിട്ടും LDFന് പോയിട്ടില്ലെങ്കിൽ പോലും
അതൊരു LDF അനുകൂലമായിട്ട് നിലപാടായിരിക്കും. പിന്നെ ഷഫീർ ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അഴിമതി എവിടെ നടന്നു നോക്കുക, അഴിമതിയെക്കുറിച്ച് വേറെ ആരും ഈ പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ VS അച്യുതാനന്ദനോ ഒന്നും പറയേണ്ട. ഇവിടെ നമുക്കറിയാമല്ലോ, ബാർ കോഴ പ്രശ്നത്തിൽ ആദ്യം പറഞ്ഞ ആരാണ്? VM സുധീരനാണ്. മെത്രാൻ കായൽ മുതൽ സന്തോഷ് മാധവന് ഭൂമി എടുത്ത പ്രശ്നത്തിൽ വരെ അഴിമതിയുണ്ട്, കൊള്ളയാണ് എന്ന് പറഞ്ഞതാരാണ്? അത് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും VM സുധീരൻ പറഞ്ഞു, പ്രതിപക്ഷമല്ല സർക്കാരിൻ്റെ വീഴ്ചകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇവിടെ 2-3 സ്ഥാനാർത്ഥികൾ മത്സരിക്കരുത് എന്ന് പറഞ്ഞ് കടുംപിടുത്തം കാണിച്ചത് ആരാണ്? VM സുധീരനാണ്. ആ കാര്യത്തിൽ ഏതായാലും ശ്രീ ഷഫീറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ശ്രീ CP നാരായണൻ സാർ ഇവിടെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അതേസമയം ശ്രീ CP നാരായണൻ, ഇവിടെ ഒരു ഭാഗത്ത് എക്സാജറേറ്റഡ് കണക്കുകൾ എന്ന രീതിയിലാണ് ഈ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളെയൊക്കെ വിലയിരുത്താൻ കോൺഗ്രസ് ആയാലും ഒരു ഭാഗത്ത് BJP ആയാലും ഒക്കെ ശ്രമിക്കുന്നത്. കാരണം സ്വാഭാവികമായും 100-ന് മേൽ കടക്കുന്ന LDFന്റെ സീറ്റുകളുടെ പ്രവചനങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ മറുഭാഗത്ത് വളരെ കൂലങ്കഷമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ സീറ്റുകളിൽ വലിയ ഇടിവ്, ഈ ആരോപണ വിധേയരായ മന്ത്രിമാരൊക്കെ തോൽക്കുന്ന തരത്തിലേക്ക്, മാണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് UDFന്റെ രാഷ്ട്രീയം പോകുന്നു. എന്നാൽ അവിടെ ലീഗിന് ഈ ഇത്തരം വലിയ പ്രതിരോധ ഘടകങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും ലീഗിന്റെ സ്ഥാനം ഏതാണ്ട് സേഫ് ആക്കും, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി UDFൽ ലീഗായിരിക്കും നിൽക്കുക എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ എവിടെയാണ് അപജയം ഉണ്ടായിട്ടുള്ളത് എന്നൊരു വലിയ പരിശോധനയുടെ ഒരു ഘട്ടമല്ലേ? ഞാൻ ഇന്നലത്തെ എക്സിറ്റ് പോളിനെ, പ്രത്യേകിച്ചും മണ്ഡലാടിസ്ഥാനത്തിലുള്ള എക്സിറ്റ് പോളിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അത് വേറൊന്നും കൊണ്ടുമല്ല, എനിക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, അത് സാങ്കേതികമായിട്ട് അതിൽ ചില തകരാറുണ്ടെന്നാണ്. ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളാണെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഷക്കീർ നേരത്തെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഷക്കീർ അദ്ദേഹം പറഞ്ഞത് കേട്ടു, ഈ പിണറായി വിജയനും മറ്റുമൊക്കെ. ഇത് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാനിത് ഇന്ത്യയിലാകെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു നടന്നതാണ്. അവരുടെ പാർട്ടി അഴിമതിയിൽ മുങ്ങി നിന്നത് കാണാൻ കഴിഞ്ഞില്ല. ചിലർക്ക് കാണാമായിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് ആഞ്ഞടിക്കും താങ്കൾക്കെതിരായിട്ടെന്ന്. 12-13% വോട്ടാണ് അവർക്ക് 2009 അപേക്ഷിച്ച് 14 കുറഞ്ഞത്. എന്തുകൊണ്ടാണ്? നാട്ടിലാകെ ആ ഒരു ഇതുണ്ടായിരുന്നു. പല വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും BJPയും കോൺഗ്രസും മാത്രം തമ്മിൽ മത്സരിച്ച് ഇതിൽ വട്ടപൂജ്യമായി, രാജസ്ഥാൻ അടക്കം പല സംസ്ഥാനങ്ങളിലും. അത് അഴിമതിയുടെ ഈ വലിയ അവരുടെ ഈ അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ UPയിലൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തകർച്ചയുണ്ടായി. ഇവിടെയും അഴിമതി വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഇപ്പോൾ സുധീരൻ്റെ കാര്യം പറഞ്ഞു. സുധീരനല്ലല്ലോ, സുധീരന് മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ AK ആൻ്റണി ഇവിടെ വന്ന് പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അഴിമതിയാണ്, കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും ഓഫീസുകളിൽ നടക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയണ്ടായി. വലിയ അഴിമതികളെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ അഴിമതി ഒരു വലിയ പ്രശ്നമാണ് എന്ന ജനങ്ങളുടെ അഭിപ്രായം അന്ന് ശ്രീ AK ആൻ്റണിക്ക് പ്രകടിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാതെ AK ആൻ്റണി എന്നുള്ള നേതാവായി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതിപ്പോഴും ഷക്കീർ അതൊന്നും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഈ അഴിമതി വന്നിട്ടുണ്ട്, കോടതികൾ പറഞ്ഞിട്ടുണ്ട്, വിജിലൻസ് കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ മൂടി വെച്ച് ഒന്നുമില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ബാക്കി എല്ലാവരും, ഈ ധർമ്മപുത്രൻ എന്ന യുധിഷ്ഠിരനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ കള്ളം പറഞ്ഞിട്ട് ഈ ആന മറ്റേ ദ്രോണരുടെ മകൻ മരിച്ചു എന്ന് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞ്, അതേപോലെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പലരും അശ്വത്ഥാമ ഹത എന്ന് പറയും, ഈ കുഞ്ചര എന്നുള്ള പതുക്കെ പറയും. ആ മട്ടിലാണ് അഴിമതിയുടെ നേരെയൊരു സമീപനമുള്ളത്. ഇത് ജനങ്ങൾ ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞ് അത് തിരുത്തിയാൽ നന്ന്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങൾ പറയുമ്പോൾ ലീഗിന് മലപ്പുറത്ത് ഈ പറഞ്ഞ ഫലം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആരെങ്കിലും അവരെ ജയിക്കണം തോൽക്കണം. പക്ഷെ അവിടുത്തെ പല മണ്ഡലങ്ങളിലും മുമ്പില്ലാത്ത തോതിലുള്ള വലിയ
ഷിഫ്റ്റ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അത് ആരൊക്കെ ജയിപ്പിക്കും ആരൊക്കെ തോൽപ്പിക്കും എന്നുള്ളത് മറ്റന്നാളെ കൃത്യമായിട്ട് അറിയുള്ളൂ. പക്ഷേ UDFന് മൊത്തത്തിൽ വലിയ തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടിയുടെ ആഘാതം ലീഗിനും സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ അത് UDFനുള്ള തകർച്ചയിലേക്ക് പോകും. നമുക്ക് വളരെ വേഗം ചർച്ചയിലേക്ക് തിരികെ എത്താം. അതിഥികൾ ദയവായി തുടരുക.